നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പ്രവർത്തകൻ ലോഡ്ജിൽ പീഡിപ്പിച്ചതായി ട്രാൻസ് വുമണിന്റെ പരാതി. 3 വർഷം മുമ്പാണ് ദുരനുഭവം നേരിട്ടതെന്നും പരാതിയിൽ പോലീസ് കേസെടുത്ത് കാളികാവ് സ്വദേശി റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മഞ്ചേരി നഗരത്തിൽ ബുധനാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ച ഗതാഗത പരിഷ്കാരം 17ലേക്ക് മാറ്റി. ബസ് ഓണേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കാരം മാറ്റിവെച്ചത്. ഇത് 2ാം തവണയാണ് പരിഷ്കാരം മാറ്റിവെക്കുന്നത്. പതിറ്റാണ്ടുകളായി വാഴക്കാട്ടുകാർ കാത്തിരുന്ന മണന്തലക്കടവ് പാലം ഈ വർഷത്തെ ബജറ്റോടെ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പഴയ കാലം മുതൽ തന്നെ ചാലിയാറിലെ ആദ്യ കടവുകളിലൊന്നാണ് മണന്തലക്കടവ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിത പെരുമാറ്റത്തിനെതിരെ ആരോഗ്യവകുപ്പ് വിജിലൻസ് വിഭാഗം തെളിവെടുപ്പ് നടത്തി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് വിഭാഗം ഡോക്ടർ സി സക്കീനയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. ചങ്ങരംകുളത്ത് പച്ച വിരിച്ച കോൾപ്പാടങ്ങൾക്ക് നടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന ചുവപ്പും വെള്ളയും നിറഞ്ഞ ആമ്പൽപ്പാടം യാത്രക്കാർക്ക് നൽകുന്നത് ആനന്ദ കാഴ്ച. ആമയം ഉപ്പുങ്കൽ കടവിൽ 100 അടി തോടിന്റെ ഓരത്താണ് ഈ മനോഹരമായ കാഴ്ചയുള്ളത്. എടപ്പാൾ ചേകന്നൂരിൽ ദിവസങ്ങളായി നടക്കുന്ന കുന്നിടിക്കൽ മൂലം പ്രദേശം അനുഭവിക്കുന്നത് വലിയ ദുരിതം. വലിയൊരു കുന്ന് മരങ്ങളെല്ലാം കടപുഴകിയെറിഞ്ഞ് ഒന്നാകെ നിരപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ എത്തിക്കാനും പാരിസ്ഥിതിക പഠനം നടത്തി മാത്രം മണ്ണെടുപ്പ് അനുവാദം നൽകാനുമാണ് തീരുമാനം. മേലാറ്റൂരിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ മോട്ടോർ കത്തി പമ്പിംഗ് നിലച്ചതോടെ മേലാറ്റൂരിൽ കുടിവെള്ള വിതരണം മുടങ്ങി. 4 ദിവസത്തിലധികമായി വെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ്. പരപ്പനങ്ങാടിയിൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പരപ്പനങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.